മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു ക്രൂര കൊലപാതകത്തിന്റെ വിവരങ്ങൾ ഇന്നലെ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇന്ന് സംഭവിക്കുന്നത് അതിനേക്കാൾ ഞെട്ടിക്കുന്ന കുറേ വാർത്തകൾ പുറത്തു വരുന്നു എന്നുള്ളതാണ്. മലപ്പുറം കാളികാവിലെ 2.5 വയസ്സുകാരിയുടെ മരണത്തിൽ പിതാവ് മുഹമ്മദ് ഫായിസിനെതിരെ കൊലക്കുറ്റം ചുമത്തി. കുഞ്ഞിനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കുഞ്ഞിനെയും മാതാവിനെയും നേരത്തെയും പ്രതി മർദ്ദിച്ചിട്ടും പോലീസ് നടപടി സ്വീകരിച്ചില്ല എന്ന് ബന്ധുക്കൾ ആരോപിച്ചു. മർദ്ദനത്തിൽ അബോധാവസ്ഥയിലായ കുട്ടിയെ അയൽവാസികൾ പറഞ്ഞപ്പോൾ മാത്രമാണ് പ്രതി ആശുപത്രിയിൽ പോലും കൊണ്ടുപോകാൻ തയ്യാറായത്. ഇവിടെ നിക്കാഹ് കഴിഞ്ഞ അവിടുന്ന് തൊട്ടാണ് ഓളെ ഉപദ്രവിച്ചു തുടങ്ങിയത്. നിക്കാഹ് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ട് ഓളെ അവിടുന്ന് കൊണ്ടുപോയിരുന്നു അവന്റെ വീട്ടിക്ക്. ആ വീട്ടിൽ കൊണ്ടുപോയി അന്ന് ഓളെ നല്ല പരമാവധി ഓളെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഓളെ തല അടിക്കുക, അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിൽ പോയിട്ട് പരാതി ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിനൊന്നും ഞങ്ങൾക്കൊന്നും ഇതാക്കി തന്നിട്ടില്ല. ഞങ്ങൾ ആട്ടിയർക്ക് വിട്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതേപോലെ കോംപ്രമൈസ് ചെയ്യിക്കാണ്ട് വീണ്ടും ഒരു കൊണ്ടുപോകും. നമുക്ക് പരിക്കേൽപ്പിച്ചിട്ടാണ് ഓളയും കുട്ടികളും തരല്. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കൊണ്ടുപോയിരുന്നു. അന്ന് കുട്ടീനെ ഇതേപോലെ നല്ല പരിക്കേൽപ്പിച്ചു, മുഖമൊക്കെ ആകെ നീല കളറായി. അന്ന് ഞങ്ങള് പൂക്കോട്ടുംപാടം സ്റ്റേഷനിലും കാളയിലും ഒക്കെ കൊണ്ടുപോയിട്ട് ചോദിച്ചു, ഇതെന്താ കുട്ടിക്ക് പരിക്കെന്ന് ചോദിച്ചു. അപ്പൊ ഇങ്ങനെ അവന്റെ പെങ്ങളെ കുട്ടി കാട്ടിന്നാ ഞങ്ങളോട് പറഞ്ഞത്. പക്ഷെ പെങ്ങളെ കുട്ടി കാട്ടിയതല്ലേന്നു. പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് ഇവള് പറഞ്ഞത് കാക്കു കാട്ടിക്കണ്, ഇങ്ങനെ ഉപദ്രവിച്ചിക്കണെന്ന്. നല്ലോണം ഉപദ്രവിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഓക്ക് ബ്ലീഡിങ് ഒക്കെ ആയി. ഓള അടിവയറ്റിന് തട്ടിക്കാണ്ട് ബ്ലീഡിങ് ആയി. ഞങ്ങള് മഞ്ചേരി കൊണ്ടുപോയി അഡ്മിറ്റ് ഒക്കെ ആക്കി. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് പിന്നെ ഞങ്ങളെ കുട്ടീനെ ഇങ്ങനെ പരിക്കേൽപ്പിച്ചത് നല്ലോണം. ഓടിപ്പോയത് പോലെ അടുക്കളന്റെ ആ ഭാഗത്തേനു എല്ലാവരും ഇരിക്കുന്നു. അപ്പോ ഫായിസിന്റെ അമ്മാന്റെ മടിയിലേനു കുട്ടി. അപ്പോ കുട്ടിക്ക് എന്താ പറഞ്ഞു ചോദിച്ചപ്പോ തരിപ്പ് പോയതാണ്, കഞ്ഞി കൊടുക്കുന്ന ഇടയിൽ തരിപ്പ് പോയതാണ് പറഞ്ഞു. ഞാൻ കുട്ടീനെ എടുത്തിട്ട് ഒരു വണ്ടിക്കൊന്നും വിളിച്ചിട്ടില്ല. ഹോസ്പിറ്റലിൽ പോകണം എന്നൊക്കെ പറഞ്ഞപ്പോ ഉമ്മ പറഞ്ഞു വേഗം ഹോസ്പിറ്റലിൽ പോകണം, വണ്ടി വിളിച്ചു പറഞ്ഞു. വണ്ടി എത്തിയിട്ടില്ല. അതില് അനിയൻ പോയിങ്ങാണ്ട് റോഡ് കൈയാട്ടിയപ്പോ വണ്ടി നിർത്തി. അങ്ങനെ വണ്ടി കൊണ്ടുപോയതാ. അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ തന്നെ മരിച്ചെന്ന് പറഞ്ഞതാ. എന്നാൽ പരാതി നൽകിയിട്ടും അതിൽ നടപടി സ്വീകരിച്ചില്ല എന്ന ആരോപണം പോലീസ് നിഷേധിച്ചു. മുൻപുള്ള പരാതി കുടുംബം തന്നെ ഒത്തുതീർപ്പാക്കുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ വിശദീകരണം. നമ്മൾ ആദ്യം അസ്വാഭാവികമായ മരണത്തിനാണ് കേസെടുത്തത്. അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറുടെ മൊഴിപ്രകാരം കുട്ടിയുടെ മരണകാരണം ഉപദ്രവമുണ്ടായതെന്ന് കരുതിനാൽ 302 പ്രകാരവും 75 JA ആക്ട് പ്രകാരവും അൾട്ടർ ചെയ്ത് കേസന്വേഷിച്ചു വരികയാണ്. പ്രതി അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് തന്നെ കോടതി ഹാജരാക്കും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. പക്ഷേ റിപ്സിനും മറ്റുമൊക്കെ ഗുരുതരമായ പരിക്കുണ്ടെന്നാണ് റിപ്പോർട്ട് ഇട്ടിരിക്കുന്നത്. അത് നമുക്ക് കൂടുതൽ അന്വേഷിച്ച് അങ്ങനെ പങ്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നടപടി സ്വീകരിക്കാൻ കഴിയും. മുൻപ് ഇവിടെ ഒരു പരാതി ഈ പെൺകുട്ടിയുടെ അമ്മ തന്നിരുന്നു. അതായത് ഈ ഇപ്പോഴത്തെ പ്രതിയായ വ്യക്തി മകളെയും പേരക്കുട്ടികളെയും നോക്കുന്നില്ല, ചെലവിന് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അത് അവർ തന്നെ സെറ്റിൽ ചെയ്ത് പോയിട്ടുള്ളതാണ്. അല്ല വേറെ ഒരു പരാതിയും കുട്ടിക്കെതിരെയോ ഒന്നും തന്നെ തന്നിട്ടില്ലാത്തതാണ്. ഷഹദ് റഹ്മാനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഷഹദ്, ഈ കുഞ്ഞിന് 2.5 വയസ്സേ ഉള്ളൂ. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൊക്കെ ഉള്ളത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ഗുരുതരമായ പരുക്ക്, അത് നട്ടെല്ലിനും അതുപോലെ തന്നെ തലച്ചോറിനുമൊക്കെ, തലച്ചോറ് ഇളകിയ നിലയിലായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിലുള്ളത്. ഇത് കഴിഞ്ഞ ഒരു ദിവസം കൊണ്ട് മാത്രം ഉണ്ടായതല്ല. ഏറെ കാലങ്ങളായി കുഞ്ഞ് ക്രൂരപീഡനത്തിന് വിധേയയായിരുന്നു എന്നുള്ളതിൻ്റെ വിശദാംശങ്ങളിൽ ഈ റിപ്പോർട്ടിൽ കാണാൻ കഴിയുന്നത്. ഒപ്പം മാതാവും പീഡനം അനുഭവിച്ചു വരികയായിരുന്നു എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്? എന്തുകൊണ്ടാണ് ഇയാൾ ഈ തരത്തിലേക്ക് പെരുമാറിയത് എന്നാണ്. അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ മനുഷ്യ മനസാക്ഷിയെ ഒന്നാകെ ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന വാർത്തയാണ് ഇന്നലെയും ഇന്നുമായിട്ട് മലപ്പുറം കാളികാവിൽ നിന്നും പുറത്തു വന്നിട്ടുള്ളത്. ഇന്നലെ ഈ കുട്ടി മരിക്കുന്ന സമയത്ത് വെറും തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങിയിട്ടാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതെന്ന് ആദ്യം പറയുന്നു. പിന്നീട് ഈ കുടുംബം, അതായത് ഈ കുട്ടിയുടെ ഉമ്മയുടെ കുടുംബം രംഗത്ത് വരികയാണ്. അല്ല, ഈ കുട്ടിയുടെ പിതാവാണ് ഈ കുട്ടിയെ കൊന്നത് എന്ന ആരോപണം ഉന്നയിക്കുന്നു. ഈ ആരോപണം ശരിവെക്കുന്നതായിരുന്നു പിന്നീടുണ്ടായ സംഭവങ്ങൾ അത്രയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അനുജ പറഞ്ഞതുപോലെ ഇത് ഇന്നലെ മാത്രം ഉണ്ടായ ഒരു സംഭവമല്ല. കഴിഞ്ഞ ഏറെ നാളായി ഈ കുട്ടിയുടെ മാതാവും ഒപ്പം തന്നെ ഈ കുട്ടിയും വലിയ രീതിയിലുള്ള പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് പുറത്തു വന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അത് ഞെട്ടിപ്പിക്കുന്നതാണ്. കാരണം ഒരു 2.5 വയസ്സുകാരിയെ കുട്ടി കഴിഞ്ഞ കുറെ അധികം ദിവസങ്ങളായി അല്ലെങ്കിൽ ഇന്നലെ മാത്രം അനുഭവിച്ചത് കൊടിയ പീഡനങ്ങളാണ്. പ്രധാനമായിട്ടും ഇയാൾ ഇത്തരം ക്രൂരമായിട്ടുള്ള ആക്രമണങ്ങളൊക്കെ നടത്താനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇയാൾ ലഹരിക്ക് അടിമയായിരുന്നു
ഉണ്ടായിരുന്നു എന്നുള്ളൊരു വിവരം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ലഭ്യമാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ലഹരിയുടെ പുറത്താണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ തന്നെ നടത്താറ് എന്നുള്ളതാണ് ലഭ്യമായിട്ടുള്ള വിവരം. കാരണം ഈ പ്രതി എന്ന് പറയുന്ന ഈ കുട്ടിയുടെ പിതാവ് എന്ന് പറയുന്നത് വളരെ ചെറിയ ചെറുപ്പക്കാരനാണ്, ഏകദേശം 21 വയസ്സ് മാത്രമേ ഉള്ളൂ. അയാളാണ് ഇത്രയും വലിയ കൊടും ക്രൂരത ഈ കുട്ടിയോടും ഒപ്പം തന്നെ കുട്ടിയുടെ മാതാവിനോടും കാണിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. കാരണം എടുത്ത് എറിയുന്ന ഒരു സാഹചര്യം, ഒരു 2.5 വയസ്സുകാരിയായ കുട്ടിയെ നമുക്കറിയാം, നമ്മളെല്ലാം വളരെ ഓമനത്തോടു കൂടി വളരെ സൂക്ഷിച്ചു മാത്രം കൊണ്ടു നടക്കുകയും സ്നേഹിക്കുകയും പരിചരിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. ആ സ്ഥാനത്താണ് ഒരു കുട്ടിയെ എടുത്തെറിയുകയും ആ കുട്ടി നിലത്ത് വീഴുകയും കുട്ടിയുടെ തലച്ചോറ് ഇളകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം, ഒപ്പം തന്നെ വാരിയൽ തകരുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഒരു കുട്ടിയെ എങ്ങനെയെല്ലാം വേദനിപ്പിക്കാൻ സാധിക്കുമോ ആ രീതിയിലൊക്കെ തന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ കുട്ടിയുടെ മാതാവിനെ കഴിഞ്ഞ ഏറെക്കാലമായി ഇത്തരത്തിൽ ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്പം മുമ്പ് നമ്മളോട് ഈ കുട്ടിയുടെ ബന്ധുക്കളൊക്കെ പ്രതികരിച്ച ഘട്ടത്തിൽ അവർ പറഞ്ഞു, കുട്ടിയുടെ ഷഹദ്, അറിയാനുള്ളത് ഇപ്പോൾ ഈ കാലങ്ങളായി തുടർന്നു വരുന്ന പീഡനത്തെക്കുറിച്ച് പരാതി കൊടുത്തതാണ് പോലീസിൽ എന്നതാണ്. പക്ഷെ പോലീസ് നടപടി എടുത്തില്ല എന്നവർ പറയുമ്പോൾ പോലീസിന്റെ വിശദീകരണം മറ്റൊന്നാണ്. നമുക്കിതിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം എന്താണ്? വസ്തുത എന്താണ്? അതായത് രണ്ടുപേരും പറയുന്നിടത്ത് ചെറിയ രീതിയിലെങ്കിലും ശരിയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. കാരണം ഈ കുടുംബം പരാതി നൽകാറുണ്ട് എന്നുള്ളത് കാര്യം ശരി തന്നെയാണ്. എന്നാൽ അതേ സമയത്ത് പോലീസ് പറയുന്നത് കുടുംബം പരാതി നൽകും, എന്നാൽ പിന്നീട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നമായതുകൊണ്ട് പലപ്പോഴും കോംപ്രമൈസ് ചെയ്ത് വിടാറാണ് പതിവ് എന്നുള്ള കാര്യം പോലീസ് പറയുന്നുണ്ട്. കാരണം ഈ കുടുംബം തന്നെ ഇടപെട്ടാണ് ഇത്തരത്തിൽ കോംപ്രമൈസ് ചെയ്യാറ് എന്നൊരു കാര്യം പറയാറുണ്ട്. പിന്നീട് വീണ്ടും ഇവർ ഒരുമിച്ച് താമസിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ തുടർച്ചയായി ആക്രമണം നടത്തുന്ന ഘട്ടത്തിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകും. ആ ഘട്ടത്തിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ ഗുരുതരമായിട്ടുള്ള ഇയാൾ ചെയ്യുന്ന തെറ്റിനനുസരിച്ചുള്ള ഒരു സ്വഭാവത്തിൽ ഇത് കണക്കാക്കുകയോ ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. എന്നാൽ അതേ സമയത്ത് ഇത് കുടുംബ പ്രശ്നമായതുകൊണ്ടും വഴക്കായതുകൊണ്ടും ഭാര്യ ബന്ധത്തിനിടയിൽ ഉണ്ടാകുന്ന പ്രശ്നമായതുകൊണ്ടും അത് കോംപ്രമൈസ് ചെയ്യാനാണ് പോലീസും ശ്രമിക്കാറുള്ളത്. അതിന് കുടുംബത്തിലുള്ള ആളുകളും നേതൃത്വം നൽകാറുണ്ട് എന്നൊരു കാര്യമാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്നത്. പക്ഷേ ഇപ്പോൾ കുടുംബം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. കാരണം ഇയാൾക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇതിനു മുൻപ് പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ അതിലൊന്നും ഇതുവരെ പോലീസ് നടപടി സ്വീകരിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഇതിൽ മുഹമ്മദ് ഫായിസിന്റെ കുടുംബാംഗങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇത്ര ക്രൂരമായ കൃത്യങ്ങൾ ഇയാൾ ചെയ്യുമ്പോൾ അവർ അതിന് സാക്ഷികളായിരുന്നോ? ഇവർക്ക് ആർക്കെങ്കിലും ഇതിലൊക്കെ പങ്കുണ്ടോ? അത്തരം കാര്യങ്ങളെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ടോ ഷഹദ്? നിലവിൽ അത്തരം സംഭവങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. കാരണം പോലീസ് ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ല. പ്രതി ഫായിസ് ഇപ്പോൾ റിമാൻഡിലാണ്. അടുത്ത ദിവസം പ്രതിയെ ജാമ്യത്തിൽ അല്ലെങ്കിൽ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പ്രതിയുമായി ഇവിടെ തെളിവെടുപ്പൊക്കെ ഉണ്ടാകും. അതിനു മുൻപ് പ്രാഥമിക ഘട്ടമായി ഇതിന് ആരെങ്കിലും ഒത്താശ ചെയ്യുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രധാനമായിട്ടും പരിശോധിക്കും. കാരണം ഇന്ന് തന്നെ നമ്മളോട് അവിടെയുള്ള കുടുംബാംഗങ്ങൾ പ്രതികരിച്ചത് ഈ കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോയത് അവിടെയുള്ള നാട്ടുകാർ ഇടപെട്ടുകൊണ്ടാണ്. കാരണം അയൽവാസികൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും ഫായിസ് തയ്യാറായത് എന്നുള്ളതാണ്. ആ ഒരു ഘട്ടത്തിൽ കുടുംബത്തിന്റെ പങ്ക് അത് കൃത്യമായിട്ട് അന്വേഷിക്കും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന വിവരം. മലപ്പുറം കാളികാവിലെ 2.5 വയസ്സുകാരിയുടെ മരണത്തിൽ കൊലപാതകത്തിന്റെ കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇന്ന് പുറത്തുവന്നത്. പിതാവിനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തു.